കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസ് ബി.ജെ.പി. സർക്കാരിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോഴും എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട്, ഓഹരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കുറേ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പം ഇത്തവണ ഈ പറയുന്ന ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടെ പാർട്ടികളുണ്ട്, കുറച്ചുകൂടെ സീറ്റുകളുണ്ട്, അവർ ശക്തമായി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകുമോ? രാഹുൽ ഗാന്ധി മോദിക്ക് തുല്യനായ അല്ലെങ്കിൽ നേരിടാൻ പറ്റുന്ന വലിയ പ്രതിപക്ഷ നേതാവായി വളർന്നു വരുമോ? പാർലമെൻറ്റിനുള്ളിൽ അത് സാധ്യമല്ല, പക്ഷെ തെരുവിൽ അത് സാധ്യമാണ്. തെരുവിലാണ് രാഹുൽ ഗാന്ധി സ്മാർട്ട്നെസ് കാണിക്കുന്നത്. അത് മറ്റുള്ളവരെ വെച്ചാണ്. അദ്ദേഹം തെരുവിലധികം ഇറങ്ങാറില്ല. മറ്റുള്ളവരെ തെരുവിലിറക്കിയാണ് അത് ചെയ്യാറുള്ളത്. പാർലമെൻറ്റിൽ എല്ലാ ദിവസവും ബഹളം നടക്കും. അത് 2014 മോദി അധികാരത്തിൽ വന്നത് മുതൽ ഒരൊറ്റ ദിവസം പാർലമെൻറ്റ് ശാന്തമായിട്ട് നടന്നിട്ടില്ല. പാർലമെൻറ്റിലെ ബഹളം സഹിക്കുക വയ്യാതെ ഒന്നുകിൽ കോൺഗ്രസും കൂട്ടാളികളെ ഇറങ്ങിപ്പോകും, അതല്ലെങ്കിൽ അവരെ പുറത്താക്കും. എന്നിട്ടാണ് പാർലമെൻറ്റിൻ്റെ ബിസിനസ് നടക്കാറുള്ളത്. അതിപ്പോൾ കഴിഞ്ഞ തവണ 50-54 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ നടത്തിയ ഗുസ്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് 100 പേരായി കോൺഗ്രസിൻ്റെ, ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പാർലമെൻറ്റ് അവർ നടത്തിക്കില്ല. അത് പ്ലക്കാർഡ് ഉയർത്തുക, ബഹളം വയ്ക്കുക, സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി ഡാൻസ് ചെയ്യുക, ഇതുപോലെയുള്ള ഹൂളിഗനിസം, റൗഡിസം, ഇത് പാർലമെൻറ്റിൽ വർദ്ധിത വീര്യത്തോടെ നടക്കും. പാർലമെൻറ്റ് നേരെ നടക്കുന്ന പ്രശ്നമില്ല. പാർലമെൻറ്റിന് പുറത്ത് തെരുവിൽ വലിയ ബഹളം അതൊക്കെ സംഘടിപ്പിക്കും. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു, മോദി ജയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് അവരുണ്ടാക്കാൻ പോകുന്ന കലാപങ്ങൾ അതൊക്കെ ഇപ്പോഴും സംഭവിക്കും. ഇപ്പോൾ മോദിക്ക് ഒരല്പം ഭൂരിപക്ഷം കുറഞ്ഞു, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതൊന്നും തന്നെ അവർക്ക് ആശ്വാസം നൽകുന്നില്ല. കാരണം ഭരിക്കുന്നത് പിന്നെയും മോദിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബഹളങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടാകും. അതിലാദ്യത്തെ വെടിയാണ് ഈ സെൻസെക്സിനെ ചൊല്ലി പൊട്ടിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് തുടങ്ങിയാൽ ആദ്യ ദിവസം തന്നെ അതിൽ JPC അന്വേഷണം വേണമെന്ന് പറയും. JPC അന്വേഷണം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറയും. അതിൻ്റെ അന്വേഷണം സാധാരണ എങ്ങും എത്താതെ പോകാറാണ് പതിവ്. ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷിപ്പിക്കാം. ശരി, എന്നാൽ പിന്നെ ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിപ്പിക്കരുതോ, ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഈ JPCക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. അവർക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനും റാഗ് ചെയ്യാനും ഒക്കെയുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നാട്ടിലെ മാന്യന്മാരെയും പാർലമെൻറ്റിലെ MP-മാരെയും ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തും ചോദിക്കാനും പറയാനും ഒക്കെയുള്ളൊരു ലൈസൻസ് JPCക്കുണ്ട്. ഇതൊക്കെ തലയ്ക്ക് വെളിവുള്ള സംസ്കാരമുള്ള ആൾക്കാർ ചെയ്യേണ്ട പ്രവൃത്തികളാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഈ പറഞ്ഞ റൗഡി എലമെൻസിൻ്റെ കയ്യിലേക്ക് പോകുന്നു. പിന്നെ പാർലമെൻറ്റിൽ നടക്കാനിടയില്ലാത്ത ഒരേ ഒരു കാര്യം സ്ത്രീകളുടെ തുണിയുരിയുക എന്നുള്ളതാണ്. അത് മറ്റ് പല അസംബ്ലികളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ അത് നടക്കില്ല. കാരണം ഈ കോൺഗ്രസ്സിലുള്ളതുപോലെ തന്നെ ഗുണ്ടകൾ BJPയുടെ ഭാഗത്തുമുണ്ട്. അവർ നരേന്ദ്രമോദി, അമിത്ഷായൊക്കെ ഭയന്നിട്ട് അനങ്ങാതിരിക്കുകയാണ് പതിവ്. മാന്യന്മാരായിട്ട് അടങ്ങിയിരിക്കുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർ രംഗത്തിറങ്ങും. അവർക്ക് വളരെ ഭംഗിയായിട്ട് ഈ കോൺഗ്രസിൻ്റെ വിചാരം അവർക്ക് മാത്രമാണ് ഈ അലമ്പ് കാണിക്കാനുള്ള സാമർഥ്യം. അങ്ങനെയൊന്നുമല്ല. റോഡിലാണെങ്കിലും പാർലമെൻറ്റിനുള്ളിലാണെങ്കിലും കൈകാര്യം കൈകൊണ്ട് കാര്യങ്ങൾ നടത്താൻ BJPക്ക് തന്നെയാണ് സാമർഥ്യം. അത് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ്സിന് ആവശ്യം അരാജകത്വമാണ്. CPMന് ആവശ്യം രാജ്യത്ത് മുഴുവൻ അരാജകത്വമാണ്. ഇവരുടെയൊക്കെ ചരട് വലിക്കുന്ന സോറോസ്, റോക്ക്ഫെല്ലർ ഇതുപോലെയുള്ള വൻ ശക്തികൾക്കും ആവശ്യം അരാജകത്വമാണ്. ആ അരാജകത്വം ഉണ്ടാവാതെ ഇത്രയും കാലം മോദി ഇത് കൊണ്ടുപോയി. പക്ഷേ ഒരു തവണ അരാജകത്വത്തിന് മറുപടി കൊടുക്കാൻ, തെരുവിൽ തന്നെ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചാൽ അന്നായിരിക്കും കോൺഗ്രസ് ഇതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുക. അപ്പം അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പബ്ലിക് പ്രൊട്ടസ്റ്റ് ഇതൊക്കെ കുറച്ച് ദിവസം നടന്നു എന്ന് വരാം. അതടങ്ങിയാൽ അവർക്ക് നല്ലത്, അതല്ലെങ്കിൽ അവർക്ക് വലിയ ദോഷം ചെയ്യും. കോൺഗ്രസ് വിചാരിക്കുന്ന പോലെ ഈസിലി അങ്ങോട്ട് BJP കീഴടങ്ങി കൊടുക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? കോൺഗ്രസ് ഇപ്പോൾ ധരിക്കുന്നത് അവർക്ക് കുറേ പിന്തുണയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടികളും ഉണ്ടല്ലോ, ഇവരുമൊക്കെ തുള്ളിച്ചാടുന്നത്
ഈ കോൺഗ്രസിൻ്റെ 100 എം പിമാരെ കണ്ടിട്ടാണ്. ഇതൊന്നുമല്ല ലോകം, ഇതല്ല തെരുവ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒന്ന് പ്രതിപക്ഷ നേതാവാകും എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മോദി എതിർക്കാൻ പറ്റിയ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളൊരു. പക്ഷെ അതെന്തൊരു ഭോഷ് കാണുന്നേ. ലോക്സഭാ ചട്ടമനുസരിച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകാൻ പറ്റുള്ളൂ. 10% കൂടുതലുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവരുടെ ഭാഗത്ത് കോൺഗ്രസ് ആണ്. 99 സീറ്റ് ഇപ്പോൾ ഒരു സ്വതന്ത്രരും കൂടെ അവരുടെ കൂടെ ചേർന്നിട്ടുണ്ടെന്ന് കേട്ടു. 100 സീറ്റ് വേറെ ആർക്കുണ്ട് ഇന്ത്യ മുന്നണിയിൽ? ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ് ആരാണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല, വേറെ ആരെങ്കിലും ആകാം. ഈ കോൺഗ്രസ് അല്ലാതെ ഒരു പ്രതിപക്ഷം അത് സാധ്യമല്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഏത് കിഴങ്ങിനെ വെച്ച് കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതും നിയന്ത്രിക്കാൻ പോകുന്നതും ഒക്കെ രാഹുൽ ഗാന്ധിയാണ്. സോ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഹൂ ഈസ് ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. സം XYZ ഫ്രം കോൺഗ്രസ് വിൽ കം. രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന്, രാവിലെ 9 മണിക്ക് അസംബ്ലിയിൽ ഇവിടെ വരണം, ലോക്സഭയിൽ വരണം. ഇങ്ങനെ രാവിലെ എണീക്കുമോ? ഇല്ല. ഇത് വലിയ പ്രയാസമാണെന്നേ. ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരള നിയമസഭയ്ക്ക് രാവിലെ 9 മണിക്ക് തുടങ്ങും. രാവിലെ 9 മണിക്ക് കുളിച്ച് കുട്ടപ്പനായിട്ട് ഈ മറ്റേ മുടി ഡൈ ചെയ്ത്, മീശ ഡൈ ചെയ്ത്, പൗഡർ ഇട്ട് റെഡിയായിട്ട് അവിടെ എത്തണ്ടേ 9 മണിക്ക്? വലിയ ബുദ്ധിമുട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനൊന്നും മെനക്കെടുകില്ല. പുള്ളി പേഴ്സണൽ ലൈഫിലൊരു ഉഴപ്പനാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവൊന്നും ആവില്ല പുള്ളി. പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ വേറെ ഒരുപാട് ചുമതലകളുണ്ട്. ഒരു വലിയ ഓഫീസുണ്ടാകും. 110 കമ്മിറ്റികളിൽ മെമ്പറാണ്. ഇലക്ഷൻ കമ്മീഷനെ വയ്ക്കുന്നതിൽ ഇതിലൊക്കെ ഭരണകക്ഷി, പ്രതിപക്ഷം, പിന്നെ ചീഫ് ജസ്റ്റിസ് ഇതൊക്കെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ കാര്യഗൗരവത്തോടെ സംസാരിക്കാൻ ഈ ആശാന് സാധിക്കുമോ? അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അധീർ രഞ്ജൻ ചൗധരിയെ പ്രതിപക്ഷ നേതാവാക്കിയത്. കാരണം വലിയ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം, ബില്ല് സ്റ്റഡി ചെയ്യണം, സാഹചര്യം മനസ്സിലാക്കണം. അതല്ലാതെ പണി നടക്കില്ല. ഇതിനൊന്നും രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല. അതിനുള്ള അക്യൂമൻ ആ മനുഷ്യനില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. വേറൊരാളിനെ ഇതൊക്കെ ചെയ്യാൻ എന്തെങ്കിലും പ്രാപ്തിയുള്ള ഒരാളിനെ കോൺഗ്രസ്സിൽ നിന്ന് വയ്ക്കും പ്രതിപക്ഷ നേതാവായിട്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയെ സമ്മതിപ്പിക്കാൻ ബാക്കിയുള്ളവർ പാടുപെടുന്നതും ഇയാളെ ഈ കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരവാദിത്തപ്പെട്ട പദവികൾ അല്ലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയാണെന്നാണ് ഇപ്പം സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഒരാൾ പിന്നീട് എങ്ങനെയാണ് ഭാവി പ്രധാനമന്ത്രി പദത്തിലേക്ക് നീങ്ങുന്നത്? അതൊന്നും അദ്ദേഹത്തിന് നോട്ടമൊന്നും ഇല്ലയെന്ന് ഈ ആളുകൾ വിചാരിക്കുന്ന പോലെ പ്രധാനമന്ത്രിയായി കളയാമെന്നൊന്നും രാഹുൽ ഗാന്ധിക്ക് നോട്ടമൊന്നുമില്ല. അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 30 വർഷമായി ആ മനുഷ്യൻ പ്രതിപക്ഷത്തിരുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങേരെ എന്ത് ചെയ്യാൻ പോവാണ്? സാധ്യമല്ല അങ്ങനെ കൊണ്ട്. ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒരെണ്ണം, ഒരു ഗ്രാമം ദത്തെടുത്തു, അമേഠിയിൽ പോട്ടെ, വയനാട്ടിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ചെയ്ത് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. കേരളത്തിലും ഇതുപോലെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സുകുമാർ അഴീക്കോട്. ആകെ ഇതേ ഉള്ളൂ. സുകുമാർ അഴീക്കോടിന് കുറച്ചുകൂടെ സംസ്കാര സമ്പന്നനായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അതുമില്ല. ഇതാണ് വ്യത്യാസം. ഇവരൊന്നും പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഇല്ലാതെ വിമർശനം കൊണ്ട് മാത്രം ജീവിതം അങ്ങ് കഴിച്ചു കൂട്ടിയ ആൾക്കാരാണ്. അതൊരു പ്രത്യേക മൈൻഡ് സെറ്റാണ്. ഞാൻ അവരെ പരിഹസിക്കുക, കുറ്റം പറയുകയല്ല. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവ് എല്ലാത്തിനെയും വിമർശിക്കുക, കുറ്റം പറയുക, നേരം വെളുത്താൽ വൈകുന്നേരം വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ട് നോ കോൺട്രിബ്യൂഷൻ അറ്റോ. ഇതൊക്കെയാണ് സംഭവം. 2014-ലും 2019-ലും 2024-ലും കൂടെ ചേർത്ത് വെച്ചാൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളേക്കാൾ കൂടുതലുണ്ട് ഇത്തവണ BJPക്ക് കിട്ടിയ സീറ്റുകൾ മാത്രം. അങ്ങനെയുള്ള BJPക്ക് കോൺഗ്രസ് എങ്ങനെ ഭീഷണിയാവുമെന്നാണ് ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്? അല്ല, അതൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിക്കാവുന്നതേ ഉള്ളൂ. 2014-ൽ 44 2019-ൽ 54 കോൺഗ്രസ്സിന്. അപ്പോൾ 98, ഇപ്പോഴത്തെ 100 ചേർത്ത് കഴിഞ്ഞാൽ 198. അതിൽ കൂടുതലുണ്ട് BJPക്ക് എന്ന് പറയുന്നത്. ആ ആർഗ്യുമെൻറ്റിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ സീറ്റും ഇത്തവണത്തെ സീറ്റും ആഡ് ചെയ്തിട്ട് ഇതിനേക്കാൾ കൂടുതൽ മറ്റേതെന്നൊക്കെ പറയുന്നത് ഒരു കൺവല്യൂട്ടഡ് ആർഗ്യുമെൻ്റാണ്. ദാറ്റ് ഡസൻറ്റ് ക്യാരി എനി മീനിങ്.
അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 15 വർഷമായിട്ടും BJPയുടെ അടുത്തേക്ക് വളരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ 15 വർഷമായിട്ടും കഴിയാത്ത, അല്ലെങ്കിൽ ഈ ഇത്രയും കാലമായിട്ട് കഴിയാത്ത ഒരു കോൺഗ്രസിന് എങ്ങനെ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷമായി, അല്ലെങ്കിൽ മോദിയൊക്കെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇനി ഉയർന്നു വരാൻ കഴിയും? ഈ ശക്തമായ പ്രതിപക്ഷം എന്ന് വെച്ചാൽ അതിൻ്റെ വ്യാഖ്യാനം മാറിയിരിക്കുന്നു. ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സഭ നടത്താൻ അനുവദിക്കാതിരിക്കുക. അതിന് നിങ്ങൾക്ക് ഭൂരിപക്ഷമൊന്നും വേണ്ട. ഒരു 10-25 അലമ്പന്മാർ മതി. 500 പേരുള്ള ഒരു യോഗം കലക്കാൻ കഷ്ടിച്ച് 10-20 ആൾക്കാർ പോരെ. ഒരു ബഹളവും ഇതും തള്ളുന്ന സംഗതിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ യോഗം കലങ്ങിപ്പോവും. ഇതാണ് നിയമസഭയിലും ലോക്സഭയിലും നടക്കുന്നത്. കേരള നിയമസഭയിൽ നമുക്ക് നടക്കുന്നത് എന്താ? രാവിലെ പ്രതിപക്ഷം വരും, ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിക്കും, മന്ത്രി അതിന് മറുപടി പറയും, സ്പീക്കർ അതിന് അനുമതി നിഷേധിക്കും, പ്രതിപക്ഷം ഇറങ്ങിപ്പോകും, കഴിഞ്ഞു. ഇതല്ലേ എല്ലാ ദിവസവും നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആക്ച്വൽ ബില്ലിൻ്റെ ചർച്ചയോ സംഗതിയോ വന്നു കഴിയുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് അധ്വാനിക്കാൻ തയ്യാറുള്ള 4-5 പേരുണ്ടാവും. ഭരണപക്ഷത്തും അത്രേ പേരുണ്ടാവുള്ളൂ. ഈ 10-20 പേരാണ് ഈ ബില്ലിൻ്റെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്. ബാക്കിയൊക്കെ ഈ ബഹളം വയ്ക്കും. സഭാ ടി വിയിൽ അവിടെ ആകുമ്പോൾ, വടക്കാകുമ്പോൾ ലോക്സഭാ ടി വിയിൽ ഈ ബഹളം കാണും. ഏറ്റവും നന്നായിട്ട് ബഹളം വയ്ക്കുന്നവൻ മിടുക്കനാണെന്ന് ജനം വിലയിരുത്തും എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് അവർ ഏറ്റവും നന്നായിട്ട് ബഹളം വയ്ക്കുന്നു. വി തിങ്ക് ഇറ്റ് ഇസ് എ ബിഗ് തിങ്. ഒന്നുമല്ല, വളരെ കാഷ്വലായിട്ടാണ് ഈ ലോക്സഭ രാജ്യസഭയൊക്കെ ഈ പറഞ്ഞ ജനപ്രതിനിധികൾ എടുക്കുന്നത്. ഈ കോൺഗ്രസ് അണികളെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തെറ്റിദ്ധരിപ്പിച്ച് ഇത്തവണ BJPക്ക് 150 സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അധികാരത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുടെ അധികാരം ഇതോടുകൂടി നിർത്തലാക്കുന്നതാണ്. പക്ഷേ അതെല്ലാം പാളിപ്പോയി. ഇനിയിപ്പം ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണ്ടേ? എന്തായാലും BJPയാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. അപ്പോൾ ഇനി എന്ത് പറഞ്ഞിട്ടായിരിക്കും കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ പോവുക? BJP അഴിമതിക്കാരാണെന്ന് പറഞ്ഞിട്ട് അതല്ലേ ഈ സെൻസെക്സ് വെച്ച് തുടങ്ങിയിരിക്കുന്നത്. BJP കാശുണ്ടാക്കി അദാനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അദാനി മോദാനി എന്നുള്ളൊരു മുദ്രാവാക്യമാണ് വരാൻ പോകുന്നത്, മോദിയും അദാനിയും ചേർത്തിട്ട്. സോ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കള്ളങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളുണ്ട്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഒക്കെ ഉണ്ട്. അവർക്ക് സംവിധാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഭരണകക്ഷിയേക്കാൾ സ്ട്രോങ് ആണ് പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം ഈ പ്രചാരണ മേഖലയിലുള്ള അവരുടെ സാമർഥ്യം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന BJP സർക്കാരിനെ, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന NDA സർക്കാരിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമല്ല, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വരില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. അല്ല, യഥാർത്ഥ പ്രതിപക്ഷം ഉണ്ടാവില്ല. പക്ഷേ ഈ പെർസീവ്ഡ് പ്രതിപക്ഷം, ഇപ്പോഴത്തെ ദൃഷ്ടിയിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അലമ്പുണ്ടാക്കുന്നവരാണ്. ആ അലമ്പ് ഭംഗിയായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും, പഴയതിലും ഭംഗിയായിട്ട്. അതല്ല, ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. അതൊക്കെ പഴയ കഥ, അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ എന്തായാലും ഇപ്പം അധികാരം ഏറ്റെടുത്ത് അവരുടെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോട്ടെ, പ്രതിപക്ഷം അവരുടെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.